ഇപ്പോൾ ഡോക്ടർ ബീന കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങൾ ബീനയിൽ നിന്ന് നമുക്ക് തേടാം. ഡോക്ടർ ബീന, ഈ പക്ഷിപ്പനി എന്നത് ഒരു കാലഘട്ടത്തിൽ ഒക്കെ മലയാളികളെ ഏറെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒന്നാണ്. വലിയ തോതിൽ ഈ മാംസാഹാരം, പ്രത്യേകിച്ച് ചിക്കനൊക്കെ മലയാളികൾ ഉപേക്ഷിച്ചൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു ഭക്ഷ്യ സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട്. കൂടുതൽ ഹോട്ടൽ ഭക്ഷണങ്ങളെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഇതൊരു ജന്തുജന്യ രോഗമായതുകൊണ്ടാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ ഈ രോഗമുണ്ടാക്കുന്ന വൈറസിന് മ്യൂട്ടേഷൻ, രൂപാന്തരം സംഭവിച്ച് കൂടുതൽ വിറുലൻ്റ് ആവാൻ അല്ലെങ്കിൽ കൂടുതൽ ശക്തിയേറിയ വൈറസായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പോലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇറച്ചി, മുട്ട, രോഗബാധയുള്ള പ്രദേശങ്ങളിൽ, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, രോഗബാധയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മുട്ട, ഇറച്ചി എന്നിവയുടെ വിപണനവും ഉപയോഗവും എല്ലാം തന്നെ നിരോധിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്, ജന്തുജന്യ രോഗം എന്നുള്ളതുകൊണ്ടാണ്. ഈ വൈറസിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 70 ഡിഗ്രിക്ക് മേലെ ഇത് വേവിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കോഴിയിറച്ചി ആയാലും മുട്ടയായാലും പാകം ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസ് നിർവീര്യമാവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഈ ശരണ്യ പറഞ്ഞതുപോലെ ശീതീകരിച്ച ഇറച്ചി പദാർത്ഥങ്ങൾ ഇറച്ചി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദോഷകരമാണോ അല്ലെങ്കിൽ അത് ദോഷമില്ലാതെയാണോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. ശരിക്കും പറഞ്ഞാൽ ശീതീകരിച്ച ഇറച്ചിക്കുള്ളിൽ, കോഴി ഇറച്ചിക്കുള്ളിൽ വൈറസ് ഒരിക്കലും നിർവീര്യമാകുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും പൂർണ്ണമായും വേവിക്കാതെ ഇറച്ചി ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ 70 ഡിഗ്രിക്ക് മേലെ പാചകം ചെയ്യുന്ന, ചൂടാക്കുന്ന അല്ലെങ്കിൽ വേവിക്കുന്ന ഇറച്ചിയിൽ ഒരു കാരണവശാലും വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അത്തരത്തില് പാകം ചെയ്ത ഇറച്ചിയും മുട്ടയും ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. മാത്രമല്ല, രോഗബാധയുള്ള പ്രദേശങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധയുള്ള പ്രദേശങ്ങളിൽ നിന്നും പുറമേക്കുള്ള കോഴി ഇറച്ചി, മുട്ട, കോഴിക്കാഷ്ടം തുടങ്ങിയ വസ്തുക്കളുടെ പുറമേക്കുള്ള സഞ്ചാരത്തെ സർക്കാർ നിയമം മൂലം നിരോധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഒഴിച്ചിട്ടുള്ള പുറമേയുള്ള ഭാഗങ്ങളിലെ കോഴിയിറച്ചിയും മുട്ടയും ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് സുരക്ഷാ മാർഗങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമുള്ളതാണ്. കാരണം ഈ ഇറച്ചിക്കകത്തു നിന്നാണല്ലോ തീർച്ചയായിട്ടും വൈറസ് നമ്മൾ ഇതിനെ പാകം ചെയ്യുന്ന, അതായത് ഇതിനെ ഡ്രസ് ചെയ്യുന്ന സമയത്തും ഇത് നമ്മൾ ബെയർ ഹാൻഡ്സ് അല്ല നമ്മൾ കൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗബാധ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒന്ന് പ്രിക്കോഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ ശരിക്കും ശീതീകരണം മൂലം വൈറസ് നിർവീര്യമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല, നിർവീര്യമാകുന്നില്ല. പക്ഷേ നാം ഒരിക്കലും പച്ചയ്ക്ക് മുട്ടയോ ഇറച്ചിയോ കഴിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പച്ച മുട്ട ഹാഫ് ബോയിൽഡ് മുട്ട ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ മുട്ട കഴിയുന്നത് നന്നായി വേവിച്ച് കഴിക്കുക, പുഴുങ്ങി കഴിക്കുക, അതുപോലെ നമ്മൾ പച്ചമുട്ട കഴിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ വൈറസ് നിർവീര്യമാവുകയാണ്. അതായത് സംബന്ധിച്ചിടത്തോളം ഈ നിയന്ത്രണങ്ങൾ അനിവാര്യമാണല്ലേ? അതെ, തീർച്ചയായിട്ടും ആണ്. പക്ഷെ ഈ ശീതീകരണത്തിലൂടെ ഒരിക്കലും ഈ വൈറസ് നിർവീര്യമാകുന്നില്ല. അത് നന്നായി 70 ഡിഗ്രിക്ക് മുകളിൽ പാകം ചെയ്ത ഇറച്ചിയിൽ ഈ വൈറസ് ഒരിക്കലും ഉണ്ടാവില്ല, നശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇത്തരത്തിൽ ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കുന്ന ആള്, അതായത് ഇത് പാകം ചെയ്യുന്ന ആളൊക്കെ നമ്മൾ ഈ കുറച്ച് ഈ രീതിയിലുള്ള സുരക്ഷാ മാർഗങ്ങൾ, അതുപോലെ ഗ്ലൗസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്തതിനു ശേഷം കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു ഭീതി ഒഴിവാക്കാം. ഒരു അനാവശ്യ ഭീതിയുടെ ആവശ്യം സത്യത്തിൽ ഇല്ല. അപ്പോഴും ഈ പറയുന്നത് പോലെ കൊന്നൊടുക്കുക, ഒപ്പം മേഡം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നന്നായി വേവിച്ച് ഉപയോഗിക്കുക, ഇതിനപ്പുറത്ത് ഇതിനൊരു നിയന്ത്രണം എന്നത് പോസിബിൾ അല്ല എന്നതാണോ? തീർച്ചയായിട്ടും അല്ല. കാരണം നമുക്കറിയാം ഈ രോഗം ഉണ്ടാകുന്നത് എല്ലാ വർഷവും ക്രിസ്മസ്, ന്യൂ ഇയറിനോടനുബന്ധിച്ചാണ്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലെ അതിശൈത്യം മൂലം അവിടുന്ന് പക്ഷികളിൽ ചാടുന്ന പക്ഷികളാണ് തണുപ്പ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ രോഗം
പടരുന്നത് തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ പോലുള്ള കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ നമ്മൾക്കറിയാം പരമ്പരാഗത താറാവ് കർഷകരാണ് ഉള്ളത്. അവർ വളർത്തുന്ന രീതി പരമ്പരാഗത രീതിയിലാണ്, അതായത് പാടങ്ങളിൽ തുറന്നു വിട്ട് വളർത്തുന്ന രീതിയാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തിടത്തോളം ഈ രോഗം ഇങ്ങനെ തന്നെ നിലനിൽക്കും. അതാണ് നമുക്ക് പിന്നെ ഇത് ഒരു ജന്തുജന്യ രോഗമാണ്. അതായത് ഞാൻ ഈ ചോദ്യത്തിലേക്ക് താങ്കളിലേക്ക് വരണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം മാഡം പറഞ്ഞതുപോലെ ഇത് ഈ സീസണിലാണ്, അതായത് ഈ ചിക്കൻ അല്ലെങ്കിൽ താറാവ് കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന, ഏറ്റവും നല്ല വില ലഭിക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കൃത്യമായി രോഗം വരുന്നതിന് പിന്നിൽ ചില ലോബിയിങ് ഉണ്ട്. മറ്റ് മേഖലകളിലെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കോഴികളെ വിറ്റുപോകുന്നതിനാണ് എന്നൊക്കെയുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനരഹിതമാണല്ലേ? തീർച്ചയായിട്ടും അത് അടിസ്ഥാനരഹിതമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ അതിശൈത്യം മൂലമാണ് ഈ ദേശാടന പക്ഷികൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ ഈ പക്ഷികൾക്ക് സഞ്ചാരത്തിനായി ഒരു പാതയുണ്ട്. ആ പാതയിൽ വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് നമുക്ക് ഇവിടെ ഈ സീസണിൽ തന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ രോഗബാധ ഉണ്ടാവാനുള്ള കാരണം. അല്ലാതെ ഇതൊരു ലോബിയുടെയോ മറ്റൊന്നും തന്നെയല്ല. യെസ്, ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് മേഡം പറഞ്ഞു കഴിഞ്ഞു, അതായത് ഈ ഇറച്ചി നന്നായി തിളപ്പിച്ച് വേവിച്ച് ഉപയോഗിച്ചാൽ തെറ്റില്ല എന്ന്. നമ്മൾ ഈ കേരളം പുലർത്തുന്ന ഒരു ജാഗ്രത ഒരു പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകണമെന്നില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോഴിയൊക്കെ കടന്നു വരുന്നത് പുറത്തു നിന്നൊക്കെയാണ്. അപ്പോൾ അത് രോഗബാധിതമാണോ അല്ലെങ്കിൽ ഈ വൈറസ് ബാധിതമാണോ എന്നറിയാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? അതിനപ്പുറത്ത് നമ്മൾ എവിടെ നിന്ന് ഈ ചിക്കൻ മേടിച്ചാലും നന്നായി വേവിച്ച് ഉപയോഗിക്കുക, മുട്ട നന്നായി വേവിച്ച് ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ഒരു സൊല്യൂഷൻ. അതേ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല തമിഴ്നാട്ടിൽ ഇപ്പൊ ഈ രീതിയിലുള്ള രോഗബാധയുണ്ടോ അല്ലെ രോഗബാധ ഭീഷണി ഉണ്ടോ എന്ന് നമുക്കറിയാൻ ഇപ്പൊ നിലവിൽ മാർഗങ്ങളിൽ ഇത് നമ്മൾ കോഴികൾ അല്ലെങ്കിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോഴാണ് ഈ പൂർണ്ണമായ മറ്റു പരിശോധനകളിലേക്ക് പോകുന്നതും ഭോപ്പാലിലേക്ക് ഹൈ സെക്യൂരിറ്റി ഡിസീസ് ലാബിലേക്ക് അയക്കുകയും മറ്റും ചെയ്താണ് ഈ രോഗം നിർണ്ണയിക്കുന്നത് തന്നെ. ഇതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പ്രോട്ടോകോൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു രോഗമാണ് ഈ ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ പക്ഷിപ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സംസ്ഥാനത്തുണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഒരു പക്ഷേ കൺഫേം ചെയ്ത് അറിയാൻ അത് താമസം വന്നിരിക്കും. യെസ്, വളരെ നന്ദി ഡോക്ടർ ബീന. അങ്ങേറ്റം വാല്യുബിൾ ആയ നിർദ്ദേശങ്ങളും അറിവുമാണ് താങ്കൾ പകർന്നു നൽകിയത്. പ്രത്യേകിച്ച് ഇതിനു പിന്നിൽ ഈ ലോബിയിങ് എന്നതൊക്കെ തെറ്റായ പ്രചാരണമാണ്. വളരെ കൃത്യമായി, അതായത് ഈ ദേശാടന കിളികൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കിളികൾക്ക് സഞ്ചാരപാതയുണ്ട്. ആ സഞ്ചാരപാതയിലൂടെ വരുന്ന പക്ഷികൾ കേരളത്തിലൂടെയാണ് കവർ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് ഈ കൃത്യമായി സീസണിൽ ഈ അസുഖം വരുന്നത് എന്നുള്ളതാണ് ഡോക്ടർ നൽകിയ വിവരം. അതോടൊപ്പം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്മസ് കാലം, ന്യൂ ഇയർ കാലമൊക്കെയാണ്. തീർച്ചയായും മലയാളികളുടെ ഭക്ഷണ രീതിയിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. മാംസാഹാരമൊക്കെ ചിക്കൻ എന്നതൊരു പ്രധാന വിഭവമാണ്. അതുകൊണ്ട് അത് പാചകം ചെയ്യുന്നവർ സൂക്ഷിക്കുക, നന്നായി തിളപ്പിച്ച് ഉപയോഗിക്കുക എന്നതാണ്. ശരണ്യ, ഇവിടെ ഇതാ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത കൈവന്നു കഴിഞ്ഞു. അതായത് ശീതീകരിച്ച മാംസം എന്നതുകൊണ്ട് വൈറസ് ഇല്ലാതാകണമെന്നില്ല. പക്ഷേ സീസണാണ്. വലിയൊരു ശതമാനം ആളുകളുടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഈ സീസണിലെ ബിസിനസ്സിനെയൊക്കെ ആശ്രയിച്ചാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ഒരു സമയം ഇപ്പോൾ അവധിക്കാലമാണ്. സ്കൂളുകൾ അവധി, പല ഓഫീസുകളും അവധിക്കാലത്താണ്. അങ്ങനെയൊക്കെ കൂടുതൽ ആളുകൾ, സഞ്ചാരികളൊക്കെ എത്തുമ്പോൾ തീർച്ചയായും ഹോട്ടലുകാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുകയല്ല. പക്ഷേ ഒരു വലിയ അപകട സാധ്യതയിൽ നിന്ന് ഒരു ജനതയെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ശരണ്യ? ഇന്നലെ ജില്ലാ കളക്ടറുമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല, അതായത് പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം തന്നെ പ്രവർത്തിക്കാനാകൂ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കാരണം എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ ബീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് സംസ്ഥാനം പോലുമല്ല, അത് സ്റ്റേറ്റിൻ്റെ അധീനതയിലുള്ളതല്ല. മറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരുവല്ലയിലെ മഞ്ഞളിയിൽ ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചാൽ പോലും അതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും കടക്കണമെങ്കിൽ ഭോപ്പാലിൽ നിന്ന് തന്നെ സ്ഥിരീകരണം വരണം. അത് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥിരീകരണം വന്ന ആ സ്ഥിരീകരണത്തോടെയാണ് പിന്നെ ഇതിൻ്റെ പ്രോട്ടോക്കോളിലേക്ക് കടക്കുകയും പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ കള്ളിങ് അടക്കമുള്ള പ്രോസസ്സ്, ആ പ്രദേശത്ത് എങ്ങനെ ഉള്ള നിയന്ത്രണം വേണം, ഇതൊക്കെ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് വന്ന് പരിശോധിച്ചിട്ടാണ് ഇതിനകത്ത് കള്ളിങ് പ്രോസസ്സിലോട്ടൊക്കെ അവർ പോകുന്നത്. PPE കിറ്റൊക്കെ ധരിച്ചാണ് ജീവനക്കാർ ഇത്തരത്തിൽ ഒരു കള്ളിങ്ങിലേക്കൊക്കെ ഇതിനെ താറാവുകളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. നമുക്കറിയാം, ഒരു സമയത്ത്
വലിയ രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു പക്ഷിപ്പനി. ആലപ്പുഴ ജില്ലത്തിൻ്റെ പലയിടങ്ങളിൽ വന്നു. പിന്നീട് ചിക്കൻ നിരോധനത്തിനെതിരെ വലിയ സമരമൊക്കെ വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ ചിക്കൻ അല്ലെങ്കിൽ പക്ഷി വിഭവങ്ങളെ പാചകം ചെയ്ത് കഴിക്കുന്ന പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ജില്ലാ കളക്ടറിൻ്റെ കയ്യിൽ നിന്നും മുകളിലാണ് കാര്യങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനോടൊപ്പം ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ വളരെ പ്രശ്നങ്ങൾ കോവിഡും മറ്റ് ദുരന്തങ്ങളും നിപ്പയും ഒക്കെ കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ സീസണിനേക്കാൾ ഏറ്റവും മികച്ചൊരു സീസൺ ടൂറിസത്തിൻ്റെ ഇത്തവണ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഭ്യന്തര സഞ്ചാരികൾ വലിയ ഒഴുക്കാണ് ആലപ്പുഴ ജില്ലയിൽ ഉള്ളത്. എവിടെ തിരിഞ്ഞാലും സഞ്ചാരികളെ കൊണ്ട് നിറയുന്നൊരു ഇടമായി ആലപ്പുഴ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് വരുന്ന സമയത്താണ് ഈ പക്ഷിപ്പനി എന്നുള്ള പ്രശ്നത്തിൽ റെസ്റ്റോറൻറ്റുകൾക്ക് വലിയ തിരിച്ചടി വന്നത് എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്കുള്ള നിയന്ത്രണങ്ങളോ മറ്റു കാര്യങ്ങളോ, പക്ഷേ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നുള്ള ചോദ്യം കൂടി ഭരണകൂടത്തിന് മുന്നിലുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് മോണിറ്റർ ചെയ്ത് അത്രയും ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. ഇത് കൊണ്ടുവരുന്നത് അവിടെ നിന്ന് തന്നെയാണോ എന്ന് എല്ലായിടത്തും കയറി സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്, പരിമിതികളുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തീരുമാനങ്ങൾ ലയവില്ല. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ സമരമാണ്. 31 വരെയാണ് ജില്ലയിൽ നിരോധനം ഉള്ളത്. ആ 31 വരെ എന്ന് പറയുമ്പോൾ ന്യൂ ഇയറിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള സമയത്തേക്ക് അത് വരുന്നു എന്നുള്ളതാണ്. അതുവരെ ഉണ്ടാകുന്ന ഈ ഹോട്ടലുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം, അതായത് ഈ താറാവ് വ്യാപാരികൾക്കും ഈ കോഴിയിറച്ചി ഈ ക്രിസ്മസ് ന്യൂ ഇയർ വിപണി കണ്ട് പുറത്തുനിന്ന് ഇറക്കിക്കൊണ്ട് വന്ന താറാവുകൾ വരെ അല്ലെങ്കിൽ പക്ഷികൾ കോഴിയൊക്കെ ആളുകളുടെ കയ്യിലുണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതും നിൽക്കാൻ കഴിയില്ല. അത് സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് ഇടകലർന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഫലവത്താകും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. മാത്രമല്ല ഫ്രീസ് ചെയ്ത ഇറച്ചി ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഡോക്ടർ ബീന എന്നൊക്കെ പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആലപ്പുഴ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു. ഒപ്പം തന്നെ അവർ ദീർഘകാലം ഈ ഒരു പ്രൊസീജിയറിനെ പക്ഷിപ്പനിയുടെ പല ഘട്ടത്തിലും മുന്നിൽ നിന്ന് നയിച്ചവരാണ്. അപ്പോൾ അത്രയും എക്സ്പെർട്ടുകൾ പറയുന്നത് ഫ്രീസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത് സുരക്ഷിതമല്ലാതെ ആവുന്നില്ല. ഈ അണുക്കളിൽ നിന്ന് അല്ലെങ്കിൽ അണുക്കളുടെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ രീതിക്ക് മാറ്റം വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷിപ്പനി ബാധിച്ച സ്ഥലങ്ങളിൽ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എല്ലാവർക്കും പ്രതിരോധ ഗുളികകളൊക്കെ നൽകുന്നുണ്ട്. അത്തരത്തിൽ വളരെ കെയർഫുള്ളായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മനുഷ്യരിലേക്ക് പകരില്ല എന്ന് പറയുമ്പോഴും ഇതൊരു ജന്തുജന്യ രോഗമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു റിസ്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ അതോടൊപ്പം വ്യാപാരികളുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണാതെ പോകരുത്. വലിയ പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു സീസൺ അവർക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ താറാവ് കർഷകരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ക്രിസ്മസിന് 3 ദിവസം മുമ്പാണ് അവരുടെ ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചുകൊണ്ട് ഭോപ്പാലിൽ റിപ്പോർട്ട് വരുന്നത്. അതോടുകൂടി അവരുടെ കണക്കുകൂട്ടൽ മുഴുവൻ തകിടം പറഞ്ഞുകൊണ്ട് കച്ചവടം മൊത്തത്തിൽ തകരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്ന താറാവുകളെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മളുടെ ഒരു താറാവ് വളർത്തൽ രീതി അല്ലെങ്കിൽ കോഴി താറാവൊക്കെ വളർത്തുന്നു പറഞ്ഞാൽ പാടശേഖരങ്ങൾ തുറന്നിട്ട്, കുട്ടനാട്ടിലൊക്കെ അങ്ങനെയാണ് വളർത്തുന്നത്. പാടശേഖരങ്ങൾ തുറന്നിട്ട് ജലാശയങ്ങൾ തുറന്നിട്ട് ഓപ്പണായാണ് വളർത്തുന്നത്. ഫാം ഹൗസുകളിലല്ല ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളർത്തുന്ന താറാവുകളിൽ ഒരു കാരണവശാലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് വരുമോ വരുത്തില്ലയോ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഫാം ഹൗസുകൾ വളർത്തുന്ന താറാവുകളായിരിക്കണം.